ഹലോ ഡിയേഴ്സ്, അസ്സലാമലൈക്കും. നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു കോഴിക്കോടൻ യാത്രയിലാണെന്ന്. അപ്പോൾ നമ്മളന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആണത്. നമ്മളന്ന് ബീച്ചിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഫറൂഖ് പാലത്തിനടുത്തെത്തി അവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ചയാണിത്. നട്ടുച്ചക്കാണത്. പക്ഷേ നമുക്കവിടെ നിൽക്കുന്നതിനും ആസ്വദിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. വെയിലാണെങ്കിലും ഒന്നും നമുക്ക് ഒരു പ്രശ്നമില്ല. കാരണം നല്ല കാറ്റാണ്. നട്ടുച്ചയ്ക്ക് പോലും നല്ല കാറ്റാണ് അവിടെ. കടലുണ്ടി ഫറൂഖ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മലബാറിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. കടലുണ്ടിയൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് പക്ഷി സങ്കേതം എന്നുള്ള നിലക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ദേശാടന പക്ഷികളെ കാണാൻ കഴിഞ്ഞു. സാധാരണ നമ്മൾ ബീച്ചിൽ പോകുന്നത് വൈകുന്നേരമാണ് പോവുക. അപ്പോൾ നമുക്ക് പിന്നെ പോകുന്ന വഴിയിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും നിർത്തിയെടുക്കാനും കാണാനൊന്നും കഴിയലില്ല. അപ്പോൾ ഇന്ന് കുറച്ച് സമയം ഉച്ചയ്ക്ക് ബാക്കി ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനൊരു നല്ല മനോഹരമായ സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ പറ്റി. ഇവിടെ കുറേ ഫിഷിംഗ് ബോട്ടുകളൊക്കെ നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ ബീച്ചിലേക്കുള്ള യാത്രയിലാണ്. അപ്പം വഴിയിൽ ചിലരൊക്കെ പറഞ്ഞു ബീച്ചിൽ പ്രവേശനം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ചെന്ന് നോക്കാം. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞ സമാധാനമായത്. കാരണം പോരുന്ന വഴിയിലൊക്കെ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങോട്ട് പ്രവേശനം ഉണ്ടോ, ഇനി പോലീസ് തടയോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം സമാധാനമായി, ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ബീച്ചൊക്കെ സാധാരണ നിലയ്ക്ക് തന്നെയാണ്. അപ്പം നമുക്ക് പോയി നോക്കാം. നമുക്കൊക്കെ എത്ര വന്നാലും മതിയാകാത്തൊരു സ്ഥലമാണല്ലേ ബീച്ച്. ചിലരൊക്കെ ചോദിക്കലുണ്ട് എന്താണ് ഇപ്പോൾ അവിടെ കാണാൻ, കണ്ട കാര്യങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. കണ്ട കാര്യങ്ങൾ തന്നെയാവും, ഒരു മാറ്റവും ഇല്ല. ബീച്ചിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാലും എത്ര കണ്ടാലും മതി വരാത്ത, എത്ര ഇരുന്നാലും നമുക്ക് പോകണമെന്ന് തോന്നാത്തൊരു സ്ഥലമാണ് ബീച്ച്. जरा जल के जी ले, पल जो पकते खो न जाना, छू के कर लो यकीन, न जाने पल ये पाए कहाँ, जादू है नशा है मदहोशियाँ, तुझको भुला के अब जाऊं कहाँ, देखती है जिस तरह से मेरी नजरें तुझे, मैं खुद को छुपाऊं कहाँ, जादू है नशा है मदहोशियाँ, तुझको भुला के अब जाऊं कहाँ. മിക്കൂസിനെ കൊണ്ടായിരുന്നു അവിടെ നല്ല പ്രശ്നം. അവൾ നമ്മൾ റോഡിലേക്ക് ഓടുന്ന പോലെ നേരെ കടലിലേക്കാണ് ഓടുന്നത്. അപ്പോൾ കണ്ണ് തെറ്റിയ അവൾ വെള്ളത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻജോയ് ചെയ്യുന്നത് നമുക്കൊരു പരിധി ഉണ്ടായിരുന്നു. കാരണം അവളെ നോക്കണം, ഒന്ന് കയ്യിൽ നിന്ന് തെറ്റി അവൾ നേരെ ഓടുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച്. ഇപ്പോൾ കുറേ കാലമായി വന്നിട്ടും. അപ്പോൾ അവൾ കരയായിരുന്നു, അവളെ അതിക്ക് വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു. പിന്നെ കടലിന് ഒരുപാട് ഭംഗി കൂടുന്ന സമയം, സന്ധ്യ ആയി തുടങ്ങി. നല്ല രസമായിരുന്നു കാണാൻ.
കടലും ആകാശവും ഒക്കെ ഒരുപോലെ നല്ല രസമായിരുന്നു കാണാൻ. മനസ്സൊന്ന് റിഫ്രഷ് ആവാൻ ഒരുപാട് സഹായിക്കും ഇതുപോലുള്ള യാത്രകൾ. ये पल है अपना तो इस पल को जी ले, शोलों की तरह जरा जल के जी ले, पल जो पकते खो न जाना, छू के कर लो यकीन, न जाने पल ये पाए कहाँ, जादू है नशा है मदहोशियाँ, तुझको भुला के अब जाऊँ कहाँ, देखती है जिस तरह से मेरी नजरें तुझे, मैं खुद को छुपाऊं कहाँ, जादू है नशा है मदहोशियाँ, तुझको भुला के अब जाऊँ कहाँ. സാധാരണ നമ്മളിവിടെ വന്നാൽ സൂര്യാസ്തമയം കണ്ട് പിന്നെ നമ്മൾ പെട്ടെന്നൊന്നും പോകില്ലല്ലോ, കുറേ സമയം ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഇരുട്ടായതിൻ്റെ ശേഷമാണ് ഇവിടുന്ന് പോകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും നടന്നില്ല. കാരണം നമ്മൾ പോരുമ്പോൾ തന്നെ ആരൊക്കെയോ പറഞ്ഞിരുന്നു ഇവിടെ ഇല്ല, പ്രവേശനം ഇല്ല എന്നൊക്കെ. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു 5-5:30 ആകുമ്പോഴേക്കും എല്ലാവരും ഇവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അതുവരെയുള്ള എൻജോയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ അവർ നേരെ പോലീസൊക്കെ വന്ന് ഒരുപാട് ചീത്ത പറഞ്ഞിട്ടാണ് ആൾക്കാരെ പറഞ്ഞയക്കുന്നത്. കാരണം എത്ര പറഞ്ഞാലും ആൾക്കാരിങ്ങനെ പോവാതെ നിൽക്കുമ്പം പോലീസ് നന്നായിട്ട് ചീത്തയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു. കോഴിക്കോട് നമുക്ക് കാണാൻ കഴിയുന്നൊരു പ്രത്യേകതയാണ് ഏറ്റവും മോഡേൺ ആയ കെട്ടിടങ്ങളും അതുപോലെ പഴയ കാലത്തെ ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലത്തുള്ള കെട്ടിടങ്ങൾ അതുപോലെ നിൽക്കുന്നത്. ഇപ്പോൾ ദാ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെയുള്ള കെട്ടിടങ്ങളൊന്നും നമുക്ക് അധികം എവിടെയൊന്നും കാണാൻ കഴിയില്ല. ഇതൊക്കെ കണ്ടില്ലേ, ഒരുപാട് പഴയ കാലത്തുള്ളതാണ്. അതൊക്കെ ഇപ്പോഴും അതേ പ്രൗഢിയോടെ ഇവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് കാണാം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.